അപ്പൊ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതൊന്ന് കേട്ടു. എന്തായാലും ഇനിയിപ്പോ ക്യാൻസർ ഒക്കെ വന്നിരിക്കുമ്പോഴത്തേക്കിന് എന്താണ് ജോലി ചെയ്തത്? എനിക്കൊരു സ്റ്റിച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് നിലച്ചില്ല. ഞാൻ എനിക്ക് തയ്ക്കാൻ വയ്യാഞ്ഞത് കൊണ്ട് അത് സ്റ്റോപ്പായി. എങ്കിലും കീമോ ചെയ്ത് സർജറി കഴിഞ്ഞ് 3-ാമത്തെ മാസം തന്നെ ഞാൻ എംബ്രോയിഡറി എന്റെ സെറ്റിലെല്ലാം തയ്ച്ചിടുകയും തയ്യൽ വീണ്ടും തുടങ്ങി. 3 മാസമേ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കീമോ ചെയ്ത് ഒരുപാട് ടയർഡായിരുന്നപ്പോഴത്തേക്കിന് മീറ്റിംഗ് വന്നപ്പോൾ സാറിന് ഞാൻ പോയിട്ട് പെട്ടെന്ന് ഞാൻ ഒന്നിനും ചേർന്നില്ല. ഡയമണ്ടിൽ കയറി 1 ലക്ഷം രൂപ കൊടുത്തിട്ട് അങ്ങനെ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് എനിക്ക് തന്നു. ഞാനത് കഴിക്കത്തില്ല. ക്യാൻസർ പേഷ്യന്റ് ആണ്. ഡോക്ടർ അനുവാദമില്ലാതെ ഒരിക്കലും കഴിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും ഒരെണ്ണം, ഞാൻ വെരി ടയർഡാണ്. അപ്പൊ ഞാൻ ഒരെണ്ണം എന്തായാലും പൊട്ടിച്ച് കഴിക്കാം. അങ്ങനെ ഒരു സാക്ഷിയെ കഴിച്ചപ്പോൾ ദിവ സീക്രട്ട് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. അത്ഭുതം. ഒരു സാക്ഷ്യം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു ഉന്മേഷം കിട്ടി. 3 സാക്ഷ്യം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ എനർജിയാണ്. അതായത് ക്യാൻസർ എന്ന ഒരു രോഗത്തെ അതിജീവിച്ച വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കാണുന്നവർക്കും തോന്നില്ല. അവർക്കും എന്നോട് പറയും, വെറുതെ പറയും. പക്ഷെ ഒരു പാക്കറ്റ് ഞാൻ കഴിച്ചു. അതിനുശേഷം എനിക്ക് ലിവറിന് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ലിവറിന്റെ ടെസ്റ്റ് ചെയ്യാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു 3 മാസം മരുന്ന് കഴിക്കണം. 1 മാസം മരുന്ന് കഴിച്ചിട്ട് ഞാൻ ദിവ സീക്രട്ട് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ 5 വർഷം മരുന്ന് കഴിക്കണം. ഇഞ്ചക്ഷൻ, മാസത്തിൽ ഒരു ഇഞ്ചക്ഷൻ, 3 മാസം കൂടി ഇരിക്കുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതിവിടെ കാൽസ്യം എല്ലാം കറക്റ്റ് ആയതുകൊണ്ടും എന്റെ ക്യാൻസറിന്റെ ആ ഒരു ലെവല്, ക്യാൻസർ എന്ന് പറയുന്നത് രോഗമില്ല, പക്ഷെ നമ്മൾക്ക് 5 വർഷം ഇഞ്ചക്ഷൻ ചെയ്യണം. 3 മാസം കൂടി ഇരിക്കുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ. അപ്പോൾ ഈ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു ഇനിയും 5 വർഷം ഇഞ്ചക്ഷൻ ചെയ്യേണ്ട, 2 വർഷം മാത്രം ഇഞ്ചക്ഷൻ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് വിശ്വാസം, ഞാൻ ഇന്നലെ പൊട്ടിച്ചു, വീണ്ടും കഴിച്ചു 2 എണ്ണം. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഡോക്ടർ ചെല്ലുമ്പോൾ പറയും 2 വർഷം വേണ്ട, ഈ ഒരൊറ്റ ഇഞ്ചക്ഷൻ കൂടെ മതിയെന്ന് പറയും. കാരണം അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ഞാന് ഇന്ന് രാവിലത്തെ സാക്ഷ്യമാണ് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ എനിക്ക് കാലിലെ ലിഗമെന്റ് 5 ആക്സിഡന്റ്, 3 സർജറി, 2 ബ്ലീഡിങ് കഴിഞ്ഞ വ്യക്തിയാണ് ഞാൻ. എങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ നിൽക്കുന്നു. അതേ ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ ഇങ്ങനെ നമ്മുടെ സ്റ്റെപ്പ് കയറുമ്പോൾ ഈ കോണിപ്പടിയിൽ ഇങ്ങനെ പിടിച്ച് ഒരു കാല് വെക്കും, 2 കാല അത് കഴിഞ്ഞ് വെക്കത്തുള്ളൂ. ഞാനിപ്പോ ഇവിടെ വന്ന് സ്റ്റെപ്പ് കയറിയപ്പോൾ അറിയാതെ ഞാൻ പോവുക. അപ്പൊ ഞാൻ മീനമാർ ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് കാല് 2 കൂടെ ഒരുപോലെ വെച്ച് നടക്കാൻ പറ്റുന്നില്ലല്ലോ, ഇപ്പൊ എനിക്ക് നടക്കാൻ പറ്റുന്നു. ഇന്നലെ ഞാൻ ബൈബിള് വായിച്ചപ്പോൾ കണ്ണാടി വെച്ച് ബൈബിൾ വായിച്ച് ഞാൻ കണ്ണാടി വെക്കാതെ ബൈബിൾ വായിച്ചു. 2 സാക്ഷ്യമാണ് എനിക്കുള്ളത്. പിന്നെ എന്റെ അമ്മയുടെ അനുജത്തി മക്കളില്ല. അപ്പൊ കുഞ്ഞമ്മയ്ക്ക് 5 വർഷമായിട്ട് കുഞ്ഞമ്മ കിടപ്പിലായിരുന്നു. അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്റെ കയ്യിൽ ദിവ സീക്രട്ട് കിട്ടിയ ഉടനെ തന്നെ പ്രൊഡക്റ്റുമായിട്ട് ഞാൻ കുഞ്ഞമ്മയുടെ അടുത്ത് പോവുകയും കുഞ്ഞമ്മയോട് ഇത് കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു സാക്ഷ്യം കഴിച്ചപ്പോൾ കുഞ്ഞമ്മ എഴുന്നേറ്റിരിക്കുവാൻ ദൈവം സഹായിച്ചു. 2ാമത്തെ കഴിച്ചപ്പോൾ പുള്ളിക്കാരി കൂലിയായിരുന്നു നിന്നത്, പക്ഷെ നിവർന്നു നിൽക്കാൻ ദൈവം സഹായിച്ചു. 3ാമത്തെ സാക്ഷ്യം കഴിഞ്ഞപ്പോൾ എന്താണെന്നത് 5 വർഷം കിടപ്പിലായ രോഗി എഴുന്നേറ്റ് പാചകം ചെയ്ത് ഭർത്താവിന് കൊടുത്തു. ഇന്നലെ 6ാമത്തെ സാക്ഷ്യം കഴിച്ചപ്പോൾ എന്നെ പറഞ്ഞു, മോനെ കുഞ്ഞമ്മ മേളിൽ സ്റ്റെപ്പ് കയറിയിട്ട് റോഡിൽ ഇറങ്ങിയപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്ത് അത്ഭുതമാണെന്ന്. അപ്പൊ നമുക്ക് അവിടെ ബിസിനസ് കിട്ടിയോ ഇല്ലയോ? കിട്ടി. പിന്നെ എന്റെ ചേട്ടന് 1 വർഷമായിട്ട് ഒരു അശയിൽ നിന്ന് ഒരു തുണി പോലും എടുക്കാൻ പറ്റില്ലായിരുന്നു. ചേട്ടൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ 7ാമത്തെ സാക്ഷ്യം കഴിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിറക് കീറിയിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പോൾ എന്തൊരു സാക്ഷ്യങ്ങളാണ്. എന്റെ ഹസ്ബൻഡ് വയറ് ശരിക്കും ഗ്യാസിന്റെ പ്രശ്നമാണ്. രാവിലെ ആഹാരം കഴിച്ചാൽ പിന്നെ കഴിക്കത്തില്ലായിരുന്നു. ഇപ്പൊ വളരെ നോർമലായിട്ട് ഗ്യാസിന് യാതൊരു പ്രശ്നവുമില്ല. എന്റെ മോളുടെ സൈഡില് വലത് സൈഡിൽ ഭയങ്കര വേദനയായിരുന്നു. 1 സാക്ഷ്യം കഴിച്ചപ്പോ വയറ് വേദന മാറി. അപ്പൊ ഞാൻ പറയുന്നത് ഈ ക്യാൻസർ രോഗിയായ ഞാന് വണ്ടി ഓടിക്കത്തില്ല എന്ന് പലരും പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനും മീനമാടവും കൂടി 40 കിലോമീറ്റർ അങ്ങോട്ടും 40 കിലോമീറ്റർ മുമ്പോട്ടും വാഹനം ഓടിച്ചു വന്ന് എനിക്ക് യാതൊരു ക്ഷീണവും ഉണ്ടായില്ല. മീനമാടത്തിന് വളരെ ക്ഷീണം. മീനമാടം വിളിച്ചു, ക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു ക്ഷീണമില്ല എന്ന് പറഞ്ഞു. അതിൽ കഴിഞ്ഞ ദിവസം ഞാനും അജിതാമാടവും കൂടെ പന്തളത്ത് പോയി ക്യാൻസർ രോഗികളെ കണ്ടു. 5 ക്യാൻസർ രോഗികളെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ക്യാൻസർ രോഗികളെ എന്താണ് കാണുന്നത്? മെയിൻ, ഞാനൊരു ക്യാൻസർ വന്ന ആളാണ്. വേദന എന്തെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം എന്നെ പോലെ വേദന അനുഭവിച്ചവർക്ക് ഇത് കൊടുക്കുമ്പോൾ
അവര് സൗഖ്യമാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ദിവാ സീക്രട്ട് എന്താണെന്നുള്ളത് ലോകം മുഴുവൻ അറിയുകയും ചെയ്യും. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തന്ന ഈ ദിവാ സീക്രട്ടിന് ഒരു